നോമ്പുകാലത്തിൻ്റെ 41-ാം ദിനം നാം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ തൊട്ടുമുമ്പുള്ള ഒരു സുപ്രധാന ഘട്ടമാണ്. 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞുള്ള ഈ ദിവസം ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിലേക്കും ഉത്ഥാനത്തിലേക്കും കൂടുതൽ ആഴത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു. 40 ദിവസത്തെ മരുഭൂമിയിലെ പ്രലോഭനങ്ങളെ അതിജീവിച്ച ക്രിസ്തുവിനെ പോലെ നാമും നമ്മുടെ നോമ്പുകാലത്തെ ആത്മീയ പരിശീലനങ്ങളിലൂടെ കടന്നു പോന്നു. ഇപ്പോൾ നാം നിൽക്കുന്നത് കാൽവരിയിലേക്കുള്ള യാത്രയുടെ പടിവാതിക്കലാണ്. 40 ദിവസത്തെ നോമ്പ് കൊണ്ട് നാം നേടിയെടുത്തത് എന്താണ്? ഭക്ഷണത്തിൽ നിന്നുള്ള നിയന്ത്രണം മാത്രമല്ല, മറിച്ച് ദേഷ്യം, അസൂയ, സ്വാർത്ഥത എന്നിവയിൽ നിന്നുള്ള വിടുതലാണ് നോമ്പ് ലക്ഷ്യമാക്കുന്നത്. 41-ാം ദിനം നമ്മുടെ മനസ്സ് എത്രത്തോളം ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് സ്വയം പരിശോധിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. നമ്മുടെ പാരമ്പര്യത്തിൽ ഈ ദിവസങ്ങളിൽ കുരിശിൻ്റെ വഴി പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ അവയ്ക്ക് ഒരു രക്ഷാകരമായ അർത്ഥം ലഭിക്കുന്നു. ഒരുവൻ എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്നാണ് ക്രിസ്തു നമ്മോട് ഉപദേശിക്കുന്നത്. നോമ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പ്രാർത്ഥനയോടൊപ്പം തന്നെ കരുണയുടെ പ്രവൃത്തികളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ചുറ്റുമുള്ള ദരിദ്രരെയും രോഗികളെയും സഹായിക്കുന്നത് വഴി നാം ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രായോഗികമാക്കുന്നു. സ്നേഹനിധിയായ കർത്താവേ, നോമ്പുകാലത്തിൻ്റെ ഈ 41-ാം ദിനത്തിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും അങ്ങയുടെ ജീവിതത്തെ കുരിശുകളെ സന്തോഷത്തോടെ സ്വീകരിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും അങ്ങയുടെ ഉത്ഥാനത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ.